ജയൻ തമ്പിയാണ് സംവിധാനം ചെയ്തത്. ജി ഗോപാലകൃഷ്ണൻ, എ പി ഗോപാലിൻ്റെയൊക്കെ കുറേ പാട്ടുകളുണ്ട്. ശോഭ അതിൻ്റെ അകത്ത് വളരെ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, മരിച്ചുപോയ ശോഭ. ശോഭയ്ക്ക് വേണ്ടി അതിലൊരു പാട്ടുണ്ടായിരുന്നു, സംഗമസ്ഥാനം എത്തുകില്ലേ സർഗസംഗീത സീമകൾ എന്നൊക്കെ പറഞ്ഞൊരു കവിത പോലൊരു സംഗതിയുണ്ട്. ഒരുപക്ഷെ ആ കവിത ശോഭയുടെ മരണത്തിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ പറയാൻ ആ പാട്ട് ഹറം പറ്റിയെന്ന് പോലും നമുക്ക് തോന്നാവുന്ന വിധത്തിൽ ശോഭയുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു കവിതയുണ്ട്. അത് നല്ല അസൽ ക്യാരക്ടർ അഭിനയിച്ചുകൊണ്ട്. പക്ഷേ എല്ലാവരും ചോര തന്നെയാണെങ്കിൽ പോലും സാധാരണക്കാരൻ്റെ ചോരയ്ക്ക് മാത്രമേ ചുവപ്പ് നിറമുള്ളൂ എന്നാണ്. അതാണല്ലോ റോയൽ ബ്ലഡ്, അങ്ങനെയല്ല എന്നല്ലേ പറയാറുണ്ട്. അപ്പം ഇത് ഒരു സ്റ്റോറിയാണ്, ചോര വിൽക്കുന്നൊരു സ്റ്റോറിയാണ്. അങ്ങനെയാണ് ചോര ചുവന്ന ചോര. അതിന് മുമ്പുണ്ടായിരുന്ന ചില അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ തീരുമാനിച്ചു. ഞങ്ങൾ തന്നെ പോസ്റ്റർ ഒട്ടിച്ചു. ഞാനാണ് മെയിൻ ക്യാരക്ടർ അഭിനയിച്ചത്. ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടത്തി, ഞാൻ തന്നെ പോസ്റ്റർ ഒട്ടിച്ചു. ഞാൻ തന്നെ അല്ല കാണാൻ പോയത്, കുറേ ആൾക്കാരും കൂടെ കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് പടം വളരെയധികം ബോക്സ് ഓഫീസ് വൻ വിജയമായി എന്ന് പറയാൻ നിവൃത്തിയില്ലെങ്കിലും മുടക്കിയ കാശ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല അതിനകത്ത്. ബോക്സ് ഓഫീസ് ഹിറ്റ് വരാവുന്നൊരു സിനിമ പിടിക്കണം എന്ന് തോന്നിയിട്ട് അന്നത്തെ ഏറ്റവും ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് മേക്കറായിരുന്ന ശ്രീ പി ജി വിശ്വംഭരനെ സമീപിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് സിനിമ പിടിക്കാൻ തീരുമാനിച്ചു. അതാണ് ചാകര എന്നുള്ള സിനിമ. അപ്പോൾ ആ ചാകരയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ടോപ്പ് സ്റ്റാർസ്, ഒന്ന് ജയൻ, സുകുമാരൻ, പിന്നെ സീമ, ശ്രീവിദ്യ, കുതിരവട്ടം പപ്പു, അങ്ങനെയുള്ള ഒരുപാട് ഫീൽഡിൽ നിൽക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വിളിച്ചു. അപ്പോഴാണ് ഒരു ഗതികേടുണ്ടായത്. എനിക്ക് അഭിനയിക്കാൻ റോളില്ല. എനിക്ക് അഭിനയിക്കാനാണ് തുടങ്ങിയത്. അവസാനം സെലക്ഷൻസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് അഭിനയിക്കാൻ റോള് ബാക്കി വന്നത് വില്ലൻ ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ ശരി എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ വില്ലൻ ക്യാരക്ടർ അഭിനയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചാകരയിൽ ഞാൻ വില്ലൻ ക്യാരക്ടർ അഭിനയിച്ചു. ചാകര ബോക്സ് ഓഫീസ് ഹിറ്റായി. പിന്നെ ജയൻ്റെ മരണമൊക്കെ സംഭവിച്ച അതിനോട് അടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ജയൻ്റെ മരണമൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഒരു ബി ക്ലാസ്സിലൊക്കെ ചെന്ന് സി ക്ലാസ്സിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ സിനിമ കണ്ടു എന്നുള്ളൊരു സത്യമായും ഒരു വൻ ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന നിലയ്ക്ക് എന്നെ അതിൻ്റെ അകത്ത് ഒരു വില്ലനായിട്ട് ജനങ്ങൾ അങ്ങോട്ട് അംഗീകരിച്ചു. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വില്ലനായിട്ട് പിന്നീട് അങ്ങോട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, വേറെ ആരും തല്ലി ഏൽപ്പിച്ച സാധനമല്ല എന്നർത്ഥം. എൻ്റെ അകത്ത് വ്യവസായമായിട്ട് നടക്കുന്നതിനിടയിൽ ഈ വ്യവസായത്തിൽ ചില ഡ്രോബാക്സ് വന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് വ്യവസായത്തിൽ വന്നപ്പോൾ സിനിമയിൽ ഞാൻ വിട്ടുപോകുന്നാലും എനിക്ക് പകരം വേറെ ആൾ വരും, പക്ഷേ വ്യവസായത്തിൽ ഞാനില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ കുട്ടികൾ വലുതായിട്ടില്ല. അപ്പോൾ വ്യവസായം നോക്കേണ്ടത് നമ്മുടെ ആവശ്യം, എൻ്റെ ആവശ്യം മാത്രമല്ല, വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു പല തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട് അതിനകത്ത്. അപ്പോൾ ഇവരുടെയൊക്കെ ആവശ്യമാണ് ഞാൻ വ്യവസായത്തിലേക്ക് വരേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ സിനിമ താൽക്കാലികമായിട്ട് വിട്ട് വ്യവസായത്തിലേക്ക് തിരിച്ചു വന്നു. താൽക്കാലികമായി വിട്ടെന്നത് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ഘട്ടം കഴിഞ്ഞു. വ്യവസായമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് 10-16 വർഷങ്ങൾ കഴിഞ്ഞു. അതിനിടയ്ക്ക് ഈ പറഞ്ഞ മാതിരി പ്രായമായി, മക്കൾ ഒന്ന് വലുതായി, കല്യാണം കഴിഞ്ഞു. നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഞാനൊരു 2 വയസ്സ് പ്രായമുള്ള മുത്തച്ഛനായി. ഇതാണ് എൻ്റെ കൊച്ചുമകൻ. ഇപ്പോൾ ഒരു മുത്തച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവൻ്റെ കൂടെ കളിക്കുക. അത്യാവശ്യം ചില സിനിമകളുണ്ട്, ആ സിനിമകൾ അഭിനയിക്കുക, കുറച്ച് വ്യവസായം. മക്കളൊക്കെ വ്യവസായത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് കുറേ ഒഴിവ് കിട്ടിയപ്പോൾ രണ്ടാമതും ഞാൻ സിനിമയിലേക്ക് തിരിച്ചു വരികയുണ്ടായത് അതിനകത്ത്. പിന്നെ ബാക്കിയുള്ള സമയം ഇവൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കളികളും ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുകയാണ്. അതുകൊണ്ട് സമയം പോകാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, സമയം പോരാത്ത ബുദ്ധിമുട്ട് എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വില്ലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിക്കുക, എന്നിട്ട് ജനങ്ങൾക്ക് എന്നെ കാണുമ്പോൾ പേടിയില്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അഭിനയിച്ച് നേരെയായില്ല എന്നർത്ഥമാണ്. അപ്പോൾ വില്ലൻ ക്യാരക്ടർ അഭിനയിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു ജനങ്ങൾ എന്നെ കണ്ട് ഭയപ്പെടുക, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നെ കണ്ട് ഭയപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വലിയ അവാർഡ് പോലെ എനിക്ക് ഞാൻ കണക്കാക്കുന്നതിനത് ഒരു ദോഷമില്ല എന്നെ സംബന്ധിച്ച്. എന്നാൽ പലപ്പോഴും ചില ക്യാരക്ടർ റോൾസ് സന്ധ്യ മയങ്ങുന്ന നേരം, ഇന്നലെയും കൂടെ എന്നോട് ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, സന്ധ്യ മയങ്ങുന്ന നേരം എന്ന് പറയുന്ന ഒരു സിനിമയുടെ അകത്തിൽ നിങ്ങളൊരു കൃഷിക്കാരനായിട്ട് സ്വന്തം സഹോദരിയും മക്കളും വരുമ്പോൾ ഒരു ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചില ക്യാരക്ടർ റോൾസ്
921 വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന വളരെ ശക്തനായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഒരു മറ്റേ എനിക്കൊരു സ്റ്റേറ്റ് ക്രിറ്റിക്സ് അവാർഡ് നേടിത്തന്ന ക്യാരക്ടറും അതുതന്നെയാണ്. അപ്പം മറ്റ് ചില കോമഡി ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈയിടെ ഞാൻ പൃഥ്വിരാജിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ പൃഥ്വിരാജ് എന്നോട് ചോദിച്ചു, ചേട്ടൻ്റെ ആ കുറുക്കൻ രാജാവായി എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ട് ഒരുപാട് ചിരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അകത്ത്. അപ്പോൾ ചേട്ടൻ കുറേ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് എനിക്ക് അന്നാ തോന്നിയതെന്ന് പറഞ്ഞതിൻ്റെ അകത്ത്. അപ്പോൾ കുറേ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് സ്ത്രീകളുടെ കുറേ ദേഷ്യവും കുറേ പ്രാക്ക് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ അവാർഡ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മറ്റേ കോമഡി റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ടൈപ്പ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള തനിമയോട് കൂടി അതിനെ അവതരിപ്പിക്കാൻ സന്ദർഭം ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നില്ലാത്ത. ക്യാരക്ടർ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ അതിനൊരു യാതൊരു തകരാറും എനിക്കുണ്ടായിട്ടില്ല, എൻ്റെ കുടുംബത്തിൽ എനിക്കുണ്ടായിട്ടില്ല. പുറത്ത് തമാശകൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീകൾ ഞാനൊരിക്കൽ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി എന്നെ വിളിക്കുകയുണ്ടായി. ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് തുന്നൽ മെഷീൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ തുന്നൽ മെഷീൻ കൊടുക്കാൻ എന്നെ ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ ഈ തുന്നൽ മെഷീൻ കയ്യിൽ വെച്ച് ഞങ്ങൾ നിൽക്കണം. സ്ത്രീകൾ ധൈര്യപ്പെട്ട് കയറി വരില്ല അതൊക്കെ ഈ സ്റ്റേജിലിട്ട്. വാങ്ങാൻ പെൺകുട്ടികൾ മടിച്ച് നിൽക്കുമ്പം ഞാൻ മൈക്കിൽ വെച്ച് പറഞ്ഞു ഇവർ തന്നെ ഏൽപ്പിക്കാനുള്ള ഈ ചുമതല, ഈ തുന്നൽ മെഷീൻ കൊടുക്കാനുള്ള ചുമതല പെൺകുട്ടികൾക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് തന്നെ ഏൽപ്പിച്ചു എന്ന് ഞാൻ സ്വയം ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എങ്ങനെയാണ്. കാരണം വെച്ചാൽ ഈ സിനിമയുടെ അകത്ത് ഒരുപാട് പെൺകുട്ടികളുടെ സാരിയും ജാക്കറ്റും വലിച്ചു കീറിയ ആളല്ല ഇയാൾ. അപ്പം അത് തുന്നാനുള്ള മെഷീൻ്റെ ഒരു പ്രതികാരം നിലയ്ക്ക് ഇയാളെന്നെ കൊടുക്കട്ടെ എന്ന് തീരുമാനിച്ചു എന്നാണ്. അതുകൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പെൺകുട്ടികളൊക്കെ ചിരിച്ചു ഒരുപാട് പേര് അതിൻ്റെ അകത്ത്. അപ്പോഴാണ് അവർക്ക് തോന്നിയത് കുറേശ്ശെ തമാശയും പറഞ്ഞ വിദ്വാനാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവർ മെഷീൻ മേടിക്കാൻ സ്റ്റേജിലേക്ക് കയറാൻ ധൈര്യപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് സിനിമയിൽ. ഞാൻ ഒരുപാട് നല്ല പടങ്ങളും നല്ല സിനിമകളും വില്ലൻ ക്യാരക്ടേഴ്സ് തന്നെ കയ്യടി കിട്ടിയ വില്ലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് വളരെ ചുരുക്കമാണ് കിട്ടുക, വില്ലന് കയ്യടി കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഹരിഹരൻ സാറിൻ്റെ ഒരു പടത്തിനകത്ത് ഞാൻ പൂമടത്ത് പെണ്ണെന്ന് പറഞ്ഞ പടത്തിനകത്ത് അതിലെനിക്ക് കയ്യടി കിട്ടിയ വില്ലൻ ക്യാരക്ടർ അതിനകത്ത്. അത് പക്ഷേ ദുഃഖം തോന്നിയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഞാൻ അഭിനയിക്കുമ്പോൾ ചില സിനിമ വന്ന് കണ്ട് അതിന് ശേഷം പലപ്പോഴും എനിക്ക് ദുഃഖം തോന്നിയിട്ടുണ്ട്. അത് വളരെ ചുരുക്കമേ ഉള്ളൂ. ചില ക്യാരക്ടേഴ്സ് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കാത്ത പോർഷൻസ് സിനിമയിൽ കൊണ്ടിടുന്ന ഒരു പ്രവണത പഴയകാലത്തുണ്ടായിരുന്നു. അത് ഈ ഞാനൊരിക്കൽ മദ്രാസിലിരിക്കുമ്പോൾ കുന്നംകുളത്തൂർ തിയേറ്ററിൻ്റെ അകത്ത് ഞാൻ അഭിനയിക്കാത്ത കുറേ പോർഷൻസൊക്കെ കണക്ട് ചെയ്ത് ഇട്ടിട്ട് അത് ഓടിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കിട്ടും. അതവിടെ വലിയ റെയ്ഡ് കണക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് അതിന് ശേഷം. അപ്പോൾ അതൊക്കെ നമുക്ക് പലപ്പോഴും ദുഃഖം തോന്നിയിട്ടില്ല. ഞാൻ അഭിനയിച്ച ക്യാരക്ടർ ചില സിനിമയിലൊക്കെ നമ്മൾ അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ റേപ്പ് അതുപോലെ സാധനങ്ങളൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്ലാൻ ചെയ്ത ഡയറക്ടർ കൈ അവിടെ വയ്ക്കുക, കൈ ഇവിടെ വയ്ക്കുക, തലവിടെ വെക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ കഴിയില്ല. അതൊക്കെ ആ സമയത്ത് രണ്ട് ആർട്ടിസ്റ്റും കൂടി ഒരുമിച്ച് സഹകരിച്ചിട്ട് ചെയ്യുന്നൊരു പണിയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലൊക്കെ ചില ഷോട്ട്സ് വന്നു എന്ന് വരും. അപ്പോൾ നല്ല ഡയറക്ടേഴ്സൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പാവം ക്രൂരൻ എന്ന് പറയുന്ന സിനിമ വളരെയധികം ഓടിയ പടമാണ്. എനിക്ക് നല്ലോണം പേര് കിട്ടിയ സിനിമയാണ്. ആ സിനിമയുടെ അകത്തൊരു 17 വയസ്സായ പെൺകുട്ടിയെ ഞാനിങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. അപ്പോൾ എൻ്റെ കയ്യെ കാല് ഒന്ന് തളർന്നിരിക്കണം, ഒറ്റ കൈ കൊണ്ട് ഞാൻ എടുത്തു കൊണ്ടുപോകണം. ഒരു മിടി ഇട്ടിരിക്കുകയാണ് ഈ കുട്ടി. അപ്പം ഞാൻ ഈ തോളിലിട്ട് എൻ്റെ ഒറ്റ കൈ കൊണ്ട് പിടിച്ച് നടന്നു പോകുന്നതിനിടയ്ക്ക് എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ ഈ കുട്ടി പതുക്കെ താഴോട്ടൊന്ന് ഉരുമ്മി അങ്ങ് പോയി. അപ്പം മിടി കുറച്ചിങ്ങനെ മേലോട്ട് പൊങ്ങി. അതൊരു മോശമായിട്ടുള്ള ഷോട്ടാണെന്ന് തോന്നിയപ്പോൾ അത് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ആ ഷോട്ടിന് രണ്ടാമത് എടുത്ത് നല്ലൊരു ഷോട്ടായി വന്നപ്പോൾ ആ ഷോട്ടാണ് ഇട്ടത്. ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ നമുക്ക് ധൈര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അബദ്ധവശാൽ മോശമായിട്ടുള്ള ഷോട്ട്സ് വന്നെങ്കിൽ പോലും അതിനെ മാറ്റിയിട്ടാണ് അവർ സ്ക്രീൻ ചെയ്യുന്നത്. ചിലവരുണ്ട് അങ്ങനത്തെ ഷോട്ട് കിട്ടാതിരിക്കുമ്പോൾ എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഷോട്ട് വേറെ ഡൂപ്പിനൊക്കെ വെച്ച് എടുത്തിട്ട് കട്ട് ചെയ്ത്, കാരണം കയ്യും കാലും കാണിക്കേണ്ട ആവശ്യമുള്ളൂ, ഈ ഫേസ് കാണേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനത്തെ ഷോട്ട്സ് വരുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള ഷോട്ട്സ് ഞാൻ എടുത്ത ചോന്നവര എന്ന് പറഞ്ഞ സിനിമയിൽ എന്നെ മധുമാലിനി എന്ന് പറഞ്ഞ പെൺകുട്ടി അഭിനയിച്ചിട്ടുണ്ട്. ഈ കുട്ടി കുളിക്കാൻ വേണ്ടി പോകുന്നൊരു സീൻ ആ വാതിൽ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൺസെറ്റാണ് ഷോട്ട്. അത് സൺസെറ്റിൻ്റെ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഷോട്ടാണ്. അതാണ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള ഷോട്ട്. അതാണ് മദിരാശിയിൽ ഞാൻ സിനിമ കാണുമ്പോൾ
കുളിക്കാനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലമൊക്കെ കാണിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കുളിയാണ് കാണിച്ചിരിക്കുന്നത്. അത് ആ കുട്ടിയല്ല, വേറെ ഏതൊരു കുട്ടിയെ കൊണ്ട് കുളിപ്പിച്ചിങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് പോക്കറ്റ് അടിക്കാനുള്ള ഒരു വഴി ചെയ്യുന്ന ഒരു പ്രവണത ആ കാലത്തുണ്ടായിരുന്നു. അത് മാനസികമായിട്ട് ഒരുപാട് വിഷമം തോന്നിയിട്ടുള്ള സംഗതിയാണ്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില സിനിമകൾ മോശമായിട്ടുള്ള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, സിനിമ നന്നായിട്ടുള്ള തോന്നാറുണ്ട്. പക്ഷേ ചെയ്തു പോയൊരു സംഗതിയെക്കുറിച്ച് റിഗ്രറ്റ്സും തന്നെ സംബന്ധിച്ചില്ല. ചെയ്യാത്ത സംഗതികൾ ഇടുന്ന ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചു എന്ന് റിഗ്രറ്റ് മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ. ഞാൻ കഴിയുന്നത് അങ്ങനത്തെ ഡയറക്ടേഴ്സിനെ പിന്നീട് ഒഴിവാക്കുക ചെയ്യാൻ ഞാൻ അഭിനയിക്കാൻ പോകാറില്ല. ഉത്തരായനം തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ മോഹിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സിനിമാ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രേം നസീറിൻ്റെയൊക്കെ കണ്ടിട്ട് ആൾക്കാരുടെ കൂടണ പോലെ എൻ്റെ ചുറ്റും കൊണ്ട് ദേ ടീച്ചിലേക്ക് നിൽക്കണമെന്ന് പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല. അപ്പം അതൊരു കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. പക്ഷെ ആൾക്കാർ തിരിച്ചറിയാതെ വരുമ്പോൾ നമുക്കൊരു ദുഃഖം തോന്നും. കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പം മമ്മൂട്ടി അതിന് മുമ്പ് എൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കറുത്ത പക്ഷികൾ എൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം പ്രജാപതി ഞാൻ അഭിനയിച്ചു. അതിന് ശേഷം വന്നുള്ള ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് മമ്മൂട്ടി അഭിനയിക്കുന്ന ക്യാരക്ടറിൻ്റെ അത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇയാൾ മമ്മൂട്ടി പോലെ മഹാനായിട്ടൊരു നടൻ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്നുള്ള തേപ്പുകാരനായിട്ട് അഭിനയിക്കുകയാണ് എൻ്റെ അകത്ത്. വേഷത്തിലും ഭാവത്തിലും ഒക്കെ എനിക്ക് പലപ്പോഴും തോന്നി ഇയാൾ ഓരോ ദിവസം കഴിയും തോറും ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തമിഴനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനത്തെ ഒരു അതായിട്ട് കൂടുതലിങ്ങനെ വളരെ ലയിച്ചു ചേർന്ന് അഭിനയിക്കുന്ന ഒരു മമ്മൂട്ടി കുറേ വർഷത്തിന് ശേഷം ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് മുമ്പോട്ട് പോയിരുന്നു മമ്മൂട്ടി. പണ്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചാൽ കണ്ടൊക്കെ അതൊക്കെ സന്തോഷത്തോടെ നോക്കി കണ്ടു. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഒരു അത്ഭുതം തോന്നിയത്, ഞാൻ അത്ഭുതത്തോടെ വീക്ഷിച്ച മറ്റൊന്ന് പത്മപ്രിയ. എന്തൊരു നല്ല ആർട്ടിസ്റ്റാണ് ഈ പത്മപ്രിയ. എനിക്ക് തോന്നി വെച്ചാൽ ഈ കറുത്ത പക്ഷികളിൽ ആ കുട്ടി തമിഴ്നാട്ടിൽ നിന്ന് വന്നുള്ളൊരു തമിഴ് നാട്ടുകാരിയായിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ട് ഈ പിച്ചെടുത്തിങ്ങനെ ഇറന്ന് കാശ് മേടിച്ച് നടക്കുന്നൊരു കാരണമാണ്. അപ്പോൾ അത് സാധാരണ നമ്മുടെ മാതിരില്ല. പുറത്തോട്ട് പോകുമ്പോൾ ഈ ഇരക്കാനുള്ള കീറി പറഞ്ഞൊരു വൃത്തിയിട്ടൊരു വേഷം ഇട്ടിട്ടാണ് പോവുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് നല്ല ഡ്രസ്സാണ്. അപ്പോൾ ഈ വേഷം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും തോന്നും ഇതിന് ആ ക്യാരക്ടറിനെ കുറിച്ച് അതിന് മറ്റൊരു ബോധറേഷനും ഇല്ല. അത് ആ ക്യാരക്ടറങ്ങ് ആവുക. ഇത് നല്ല ആർട്ടിസ്റ്റാണ് പലപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിസ്റ്റിനൊക്കെ നമുക്ക് കാണുമ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കാൻ അഭിനയിക്കുന്നത് അവർ ദൂരെ നിന്ന് മാറി നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷമാണ്. സിനിമ കാണുന്നേക്കാൾ സന്തോഷമുള്ള കാര്യമാണ്. ഒരു സിനിമ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കണം, പുതിയ നടന്മാരെ പ്രോത്സാഹിപ്പിക്കണം. നല്ല സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ നമ്മൾ പഠിക്കണം. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ രണ്ടാമത് തിരിച്ചു വരികയാണ്. കുറേ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. എനിക്കും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകണമെന്ന് നിങ്ങൾ അപേക്ഷിക്കുകയാണ്.